നമസ്കാരം. കോഴിക്കോട് നിപ്പയുണ്ടാകുന്നു. സ്വാഭാവികമായും നിപ്പയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തിയത് ഒരു അത്ഭുതവുമില്ല. അങ്ങനെ എത്തണം. കർണാടകയിൽ ഒരു യുവാവ് മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അവിടെ പോയി രക്ഷാപ്രവർത്തനം ഏകീകരിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അത് റവന്യൂ മന്ത്രിയോ ആരോഗ്യമന്ത്രി ആരും ആവട്ടെ, ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ നിപ്പ വരുമ്പോൾ ആരോഗ്യമന്ത്രി ഓടിയെത്തി എന്നത് സന്തോഷകരമാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരോട് അവരുടെ സംഭാഷണം അവർക്ക് സ്വതസിദ്ധമായി ലഭിച്ചിരിക്കുന്ന അഹങ്കാരത്തിന്റെ പുതിയ എപ്പിസോഡായി മാറുന്നു. അല്ല, ഈ ദൃശ്യമാധ്യമം അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? വിചിത്രമായൊരു ഉത്തരവ് ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുന്നു. അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ല, ആൾക്കാരുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല, കടകളൊക്കെ തുറക്കാം. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കടകളൊക്കെ തുറക്കാം. പക്ഷെ 2 പഞ്ചായത്തിൽ മാധ്യമ പ്രവർത്തകർ കയറരുത് എന്നൊരു ഉത്തരവിട്ടിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ബാക്കി എല്ലാം അനുവദിച്ചു, പക്ഷെ മാധ്യമ പ്രവർത്തകർ മാത്രം അങ്ങോട്ട് പോവരുത് എന്ന് കളക്ടർ ഉത്തരവിറക്കി. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഇക്കാര്യം കളക്ടർ ഇരിക്കുന്ന ഒരു ചടങ്ങിൽ പത്രപ്രവർത്തകർ ചോദിക്കുന്നു. അപ്പോഴേക്കും കളക്ടർ ന്യായമായ മറുപടിക്ക് ശ്രമിക്കുമ്പോൾ മന്ത്രി കടിച്ചു കീറാൻ വേണ്ടി രംഗത്തിറങ്ങുന്നു. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. എന്നിട്ട് മന്ത്രി വെല്ലുവിളിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. മന്ത്രി മാത്രം മാസ്ക് ഇട്ടിട്ടില്ല, കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ മാസ്ക് ഇട്ടിട്ടുണ്ടായി. മാസ്ക് ധരിച്ചേ പുറത്തിറങ്ങാവൂ എന്നൊക്കെ അവിടെ ഉത്തരവിടുമ്പോൾ ആ മന്ത്രി മാസ്ക് ഇടാതെ ഇരിക്കുന്നു. ആരോഗ്യമന്ത്രിയാണെന്ന് ഓർക്കണം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്നിട്ട് അനാവശ്യമായി മാധ്യമ പ്രവർത്തകരുടെ പുറത്ത് കയറുകയാണ്. പൊട്ടിത്തെറിച്ചും ബഹളം വെച്ചും നിങ്ങൾ വ്യാജ വാർത്ത എഴുതി, നിങ്ങൾ നുണയാണ് പറയുന്നത്. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.